ഹായ് ഡിയേഴ്സ്, 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേവലം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, സാർ 20 ദിവസത്തിന് മുകളിലുണ്ടല്ലോ, വിരലെണ്ണി കഴിയേണ്ടതെന്ന്. എടാ, തമാശയൊക്കെ ഒഴിവാക്കി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തേ പറ്റുള്ളൂ. ഒരുപാട് തവണ ഞങ്ങളെല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 3 വഴികളാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ പഠിക്കുക. അതിന് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഒരുപാട് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. 3 ലെവലിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ലെവൽ 1 ഈസി, ലെവൽ 1, ലെവൽ 2 മീഡിയം, ലെവൽ 3 ഹാർഡ്. ഇങ്ങനെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുതിയ പാറ്റേൺ പ്രകാരം 50% ഈസി ക്വസ്റ്റ്യൻസ്, 30% മീഡിയം ക്വസ്റ്റ്യൻസ്, 20% ഹാർഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ഓണപരീക്ഷ പോലും കണ്ടക്ട് ചെയ്തത്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ 50% ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലെവൽ 2 ആയിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ലെവൽ 2 നിങ്ങൾക്ക് ലെവൽ 3 ആയിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ലെവൽ 3യോ നിങ്ങൾക്കത് ലെവൽ 4 ആയിരുന്നു. ബയോളജി പരീക്ഷയും കെമിസ്ട്രി പരീക്ഷയും ഫിസിക്സും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. 28ൻ്റെ മുകളിലേക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി. ഇനി നിങ്ങൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോഴിതാ 6 മാസം കൊണ്ടാണ് MS സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ നമ്മുടെ കംപ്ലീറ്റ് സയൻസ് സബ്ജക്റ്റുകളുടെയും ചാപ്റ്റർ വൈസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ടീമും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പ്രിയപ്പെട്ട സ്കൂളിൽ വർക്ക് ചെയ്ത ഒരുപാട് അധ്യാപകരുണ്ട്, അൺഎയ്ഡഡ് പഠിപ്പിച്ച അധ്യാപകരുണ്ട്, ട്യൂഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടുപോകുന്ന അധ്യാപകരുണ്ട്, ഒരുപാട് നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുണ്ട്, നീറ്റ് JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകളുടെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത അധ്യാപകർ വരെ നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. ഒരു സാധാരണ പുസ്തകമായിട്ടോ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ടോ നിങ്ങൾ MS സൊല്യൂഷൻസിൻ്റെ ബുക്ക് കാണരുത്. ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്മസ് പരീക്ഷ മാത്രമല്ല, പബ്ലിക് എക്സാമിനടക്കം നിങ്ങൾക്ക് ഇതിലുള്ള ലെവൽ 1, ലെവൽ 2, ലെവൽ 3 മാത്രം ചെയ്ത് പഠിച്ചാൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് MSൻ്റെ ഗ്യാരണ്ടിയാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തും. നേരെ മറിച്ച് നിങ്ങൾക്ക് നാളെ സ്കൂളിൽ ഒരു യൂണിറ്റ് എക്സാം നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, ഈ ചാപ്റ്ററിൻ്റെ എക്സാം നടക്കുകയാണെന്ന് വിചാരിച്ചോ നാളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തലേന്ന് ബുക്ക് തുറന്നിട്ട് ആ ചാപ്റ്ററിലെ ലെവൽ 1 മാത്രം ചെയ്ത് സ്കൂളിൽ പോയാൽ മേ ബി നിങ്ങൾക്ക് ക്ലാസ്സിലെ ആദ്യത്തെ 10 കുട്ടികളുടെ ഒരു കുട്ടിയായിട്ട് മാറാൻ പറ്റും. എന്നാൽ ലെവൽ 2 കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് 1 or 2 ആയിരിക്കും. ലെവൽ 3 ആണെങ്കിൽ ടീച്ചർ പറയും, ഇതുപോലൊരു പേപ്പർ അല്ലെങ്കിൽ ഇത്രയും ഫുൾ മാർക്ക് കിട്ടിയ ഒരു കുട്ടി എൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ വരെ ടീച്ചേഴ്സ് പറഞ്ഞേക്കാം. അത്രമേൽ ലെവൽ 3 ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ഈ കേരളത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങാതിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ.